മികച്ച നവാഗത സംവിധായകൻ, മികച്ച നടി, മികച്ച രണ്ടാമത്തെ ചിത്രം എന്നീ 3 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടി വീണ്ടും ചർച്ചയാവുകയാണ് ഫെമിനിച്ചി ഫാത്തിമ. IFFKയിൽ ഫിപ്രസി മികച്ച അന്താരാഷ്ട്ര ചിത്രം, നെറ്റ്പാക് മികച്ച മലയാള ചിത്രം, സ്പെഷ്യൽ ജൂറി അന്താരാഷ്ട്ര ചിത്രം, ഓഡിയൻസ് പോൾ അവാർഡ് എന്നിവയടക്കം വിവിധ ചലച്ചിത്ര മേളകളിൽ നിരവധി നേട്ടങ്ങൾ ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന ഉസ്താദ്, ചെറിയ മകൻ, നായിക ഫാത്തിമ എന്നിവരിലൂടെയാണ് സിനിമയുടെ ആദ്യ ഫ്രെയിം തെളിയുന്നത്. അവിടെ തുടങ്ങുന്നു അച്ചടക്കമുള്ള സംവിധാന മികവ്. കാര്യമായ ബഹളങ്ങൾ ഏതുമില്ലാതെ വലിയൊരു ആശയത്തെ തമയത്വത്തോടെ ചിത്രം അവതരിപ്പിക്കുന്നു. സംവിധായകൻ ഫാസിൽ മുഹമ്മദ് തന്നെയാണ് ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പുരസ്കാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് ഫാസിൽ മുഹമ്മദ് പറഞ്ഞു. തുടക്കക്കാരെ മാത്രം വെച്ചെടുത്ത ആദ്യ സിനിമ തന്നെ ഇത്രയും വലിയ സിനിമകളോടൊപ്പം മത്സരിച്ച് പുരസ്കാരം നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഫാസിൽ മുഹമ്മദ് പ്രതികരിച്ചു. ഭയങ്കര സന്തോഷമാണുള്ളത്. കാരണം ഫാത്തിമ പോലത്തുള്ള ഒരു ചെറിയ സിനിമ ഇത്ര വലിയ വലിയ സിനിമകളിലൊപ്പം മത്സരിച്ച് അതിനൊരു സ്ഥാനം കിട്ടുന്നത് ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതിനൊക്കെ സന്തോഷം. 3 അവാർഡുകൾ കിട്ടി. മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി, മികച്ച രണ്ടാമത്തെ സിനിമക്കുള്ള അവാർഡ് കിട്ടി, സംവിധായകനുള്ള അവാർഡ് കിട്ടി. ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കൂടി കിട്ടണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി കിട്ടിയപ്പോൾ സന്തോഷം, ഇരട്ടി സന്തോഷം. ആദ്യമായാണ് അഭിനയിക്കുന്നതെന്ന തോന്നൽ പോലുമില്ലാതെ സ്വാഭാവികമായാണ് ഓരോ കഥാപാത്രവും വളർന്നു വികസിക്കുന്നത്. ഫാത്തിമയും ഭർത്താവും ഉമ്മയും കുട്ടികളും അയൽപ്പക്കത്തെ താത്തയും നാടും മീൻകാരനുമെല്ലാം മലബാറിലെ ജീവിതത്തിന്റെ സൗന്ദര്യമായി നിറയുന്നു. നായിക കഥാപാത്രമായ ഫാത്തിമയായുള്ള ഷംല ഹംസയുടെ പ്രകടനം ആദ്യവേദിയിൽ തന്നെ പ്രശംസ നേടിയിരുന്നു. സിനിമ പുരസ്കാരം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും കൂടെ തനിക്കും പുരസ്കാരം ലഭിച്ചത് എങ്ങനെ ആഘോഷിക്കണമെന്ന് അറിയില്ലെന്നും ഷംല പറഞ്ഞു. പുരസ്കാര നേട്ടത്തിൽ അഭിനന്ദനമറിയിച്ച ഷംലയ്ക്ക് മമ്മൂട്ടിയുടെ സന്ദേശവും എത്തി. സ്വപ്നതുല്യമായിരുന്നു മമ്മൂക്കയുടെ സന്ദേശമെന്നും അതിയായ സന്തോഷമുണ്ടെന്നും ഷംല പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഞങ്ങൾ സിനിമയ്ക്ക് അവാർഡ് എന്തെങ്കിലുമൊക്കെ ഒരു കൺസിഡറേഷനിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. കാരണം IFFKക്ക് വന്നപ്പോഴും പിന്നെ സിനിമ റിലീസായപ്പോഴും നല്ല അഭിപ്രായങ്ങളാണ് എല്ലായിടത്തും കിട്ടിയത്. കാണികളുടെ ഇരുന്നാണെങ്കിലും അല്ലാതെയും നമുക്ക് നല്ല അഭിപ്രായങ്ങളാണ് വന്നത്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെന്നാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം എനിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയതിൽ. എങ്ങനെ ഈ സന്തോഷം കൊണ്ടാടണം എന്നറിയാത്തൊരവസ്ഥയാണ്. KR മോഹൻ അവാർഡ്, BIFF ഏഷ്യൻ മത്സരത്തിൽ പ്രത്യേക ജൂറി പരാമർശം, ബിഷ്കെക് ഫിലിം ഫെസ്റ്റിവൽ കിർഗിസ്ഥാനിലെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ്, ഫിപ്രസി ഇന്ത്യ 2024 മികച്ച രണ്ടാമത്തെ ചിത്രം, 2024 കേരളത്തിലെ മികച്ച ചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നായികയ്ക്കുമുള്ള ക്രിട്ടിക്സ് അവാർഡ്, മികച്ച സംവിധായകനും മികച്ച തിരക്കഥയ്ക്കുമുള്ള പത്മരാജൻ അവാർഡ്, മികച്ച ചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നടനുമുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ്, മികച്ച നടിക്കും മികച്ച തിരക്കഥയ്ക്കുമുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ അവാർഡ്, മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സത്യജിത് റായ് ഫിലിം സൊസൈറ്റി അവാർഡ്, ഇന്തോ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവൽ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ്, മെൽബൺ ഫിലിം ഫെസ്റ്റിവൽ തെരഞ്ഞെടുപ്പ് എന്നിവയുൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങളും വേദികളുമാണ് ചിത്രത്തിന് ഇതിനോടകം ലഭിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.